ബേസിക് ആവശ്യങ്ങൾക്കായി അതും 10,000 രൂപയുടെ താഴെ ഒരു സ്മാർട്ട് ഫോൺ നോക്കുന്നുണ്ടെങ്കിൽ 10,000-ൻ്റെ താഴെ എന്ന് പറയുമ്പോൾ ഏകദേശം ഒരു 30-35 സ്മാർട്ട് ഫോൺസ് ഇപ്പോൾ അവൈലബിൾ ആണ്. അപ്പോൾ ഈ ഒരു 35 നിന്ന് ഏകദേശം ഒരു 15 കുറച്ചുകൂടെ വാല്യൂ ഫോർ മണിയും അതേപോലെ തന്നെ കുറച്ച് മോഡേൺ ആയിട്ടുള്ള കുറച്ച് സ്മാർട്ട് ഫോൺസ് ആണ്. അപ്പോൾ ഇതിൽ നിന്ന് ഏകദേശം ഒരു 7 എനിക്ക് ബെസ്റ്റ് ആയിട്ട് തോന്നിയത്. അതേപോലെ തന്നെ ഇപ്പോൾ മോട്ടോയുടെ ആയിക്കോട്ടെ അല്ലെങ്കിൽ ലാവയുടെ ആയിക്കോട്ടെ, റിയൽമി, ഷവോമി, പോക്കോ, ഇതിൻ്റെയൊക്കെ ഒരുപാട് സ്മാർട്ട് ഫോൺസ് ഈ ഒരു 10,000 അണ്ടറിൽ വരുന്നുണ്ട്. അപ്പോൾ അതിൽ നിന്ന് ബെസ്റ്റ് വാല്യൂ ഫോർ മണി ആയിട്ടുള്ള സ്മാർട്ട് ഫോൺസ് ഏതൊക്കെയാണെന്ന് ഞാൻ പറഞ്ഞുതരാം. കൂടാതെ അതിൻ്റെ പ്ലസും മൈനസും ഒക്കെ ഷെയർ ചെയ്യുന്നുണ്ട്. കൂടുതൽ ടൈം വേസ്റ്റ് ചെയ്യാതെ ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ്. നമ്മുടെ ലിസ്റ്റിലെ 7th ഫോണാണ് ലാവയുടെ ലാവ ബ്ലേസ് 2 5G. ഒരു അഫോർഡബിൾ പ്രൈസ് റേഞ്ചിൽ ഒരു 5G സ്മാർട്ട് ഫോൺ, അതായിരിക്കും ഈ ഒരു ഫോൺ ചൂസ് ചെയ്യാനുള്ള കാരണം. കൂടാതെ ഒരു ഇന്ത്യൻ ബ്രാൻഡാണ്, ഒരു നല്ല ഡിസ്പ്ലേ കൂടെ ഈ ഒരു ലാവ ബ്ലേസ് 2 5G കൊടുത്തിട്ടുണ്ട്. ബാക്കി സ്പെസിഫിക്കേഷൻസ് ഒക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ യൂണിസോക്കിൻ്റെ ടൈഗർ T616 ചിപ്സെറ്റ്, 90 ഹെർട്സിൻ്റെ 6.56 ഇഞ്ച് ഫുൾ HD പ്ലസ് IPS LCD ഡിസ്പ്ലേ. ക്യാമറയുടെ കാര്യം നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു 50 മെഗാ പിക്സലിൻ്റെ സിംഗിൾ ക്യാമറ, 5000 mAh 18 വാട്ട്സ് സപ്പോർട്ട് ചെയ്യുന്ന ഒരു ബാറ്ററിയാണ് കൊടുത്തിട്ടുള്ളത്. ഔട്ട് ഓഫ് ദ ബോക്സ് ആൻഡ്രോയിഡ് 13 ആണ് വരുന്നത്. പിന്നെ 5G കൂടെയാണ്. ഇനി പ്രൈസിൻ്റെ കാര്യം നോക്കുകയാണെന്നുണ്ടെങ്കിൽ ബേസ് വേരിയൻ്റ് ആയ 4GB 64GB 9,500 രൂപയാണ് പ്രൈസ് കൊടുത്തിട്ടുള്ളത്. ഈ ഒരു ലാവ ബ്ലേസ് 2 5G എന്ന് പറയുന്നത് ഒരു അഫോർഡബിൾ 5G ഫോൺ ആയിരിക്കും. പിന്നെ ഒരു നല്ലൊരു ഡിസ്പ്ലേ കൂടെ കൊടുത്തിട്ടുണ്ട്. വേറെ ഇതിൻ്റെ അകത്ത് എടുത്തു പറയാൻ മാത്രമൊന്നുമില്ല. നമ്മുടെ ലിസ്റ്റിലെ 6th സ്മാർട്ട് ഫോണാണ് സാംസങ്ങിൻ്റെ സാംസങ് ഗാലക്സി M14. ഈ ഒരു M14ൻ്റെ അകത്ത് ഒരു ബാലൻസ്ഡ് ഫീച്ചേഴ്സാണ് കൊടുത്തിട്ടുള്ളത്. അതായത് അത്യാവശ്യം ഒരു വാല്യൂ ഫോർ മണി ആയിട്ടുള്ളതും അതേപോലെ തന്നെ കുറച്ചുകൂടെ മോഡേൺ ടെക്നോളജിയൊക്കെ ഇതിൻ്റെ അകത്ത് യൂസ് ചെയ്തിട്ടുണ്ട്. നല്ലൊരു ക്യാമറ സെറ്റപ്പ് കൂടെ കൊടുത്തിട്ടുണ്ട്. ഒബ്വിയസ്ലി ഒരു സാംസങ്ങിൻ്റെ ബ്രാൻഡിങ്ങും കൂടെ ഉണ്ട്. ഈ ഒരു ഫോണിൻ്റെ സ്പെസിഫിക്കേഷൻസ് ഒക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ സ്നാപ്ഡ്രാഗൻ്റെ 680 4G ചിപ്സെറ്റ് ആണ് വരുന്നത്. 90 ഹെർട്സിൻ്റെ 6.6 ഇഞ്ച് PLS LCD ഡിസ്പ്ലേ, 50 മെഗാ പിക്സൽ ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പ്, ഫ്രണ്ട് ക്യാമറ 13 മെഗാ പിക്സലാണ്. പിന്നെ ബാറ്ററിയുടെ കാര്യം നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു 5000 mAh 25 വാട്ട്സ് സപ്പോർട്ട് ചെയ്യുന്ന ഒരു ബാറ്ററി കൂടെ കൊടുത്തിട്ടുണ്ട്. ഔട്ട് ഓഫ് ദ ബോക്സ് ആൻഡ്രോയിഡ് 13 ആണ് വരുന്നത്. പിന്നെ 4G ഫോണാണ്. ബേസ് വേരിയൻ്റ് ആയ 4GB 64GB 8,399 രൂപ വില വരുന്നത്. പിന്നെ സാംസങ്ങിൻ്റെ ബ്രാൻഡിങ്ങും അത്യാവശ്യം നല്ലൊരു ക്യാമറ സെറ്റപ്പ് കൂടിയാണ് ഈ ഒരു M14ൻ്റെ അകത്ത് കൊടുത്തിട്ടുള്ളത്. നമ്മുടെ ലിസ്റ്റിലെ 5th സ്മാർട്ട് ഫോണാണ് റിയൽമിയുടെ റിയൽമി C63. അത്യാവശ്യം നല്ലൊരു പെർഫോമൻസും പിന്നെ 45 വാട്ട്സിൻ്റെ ഫാസ്റ്റ് ചാർജിങ് കൂടെ കൊടുത്തിട്ടുണ്ട്. ഈ ഒരു ഫോണിൻ്റെ ബാക്കി സ്പെസിഫിക്കേഷൻസ് ഒക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ 90 ഹെർട്സിൻ്റെ 6.7 ഇഞ്ച് IPS LCD ഡിസ്പ്ലേ, യൂണിസോക്ക് ടൈഗർ T612 ചിപ്സെറ്റ്, 50 മെഗാ പിക്സലിൻ്റെ പ്രൈമറി ക്യാമറ, 8 മെഗാ പിക്സലിൻ്റെ ഫ്രണ്ട് ക്യാമറ, 5000 mAh ബാറ്ററിയും 45 വാട്ട്സിൻ്റെ ചാർജിങ് കൂടെ കൊടുത്തിട്ടുണ്ട്. 4G ഫോണാണ്. ഔട്ട് ഓഫ് ദ ബോക്സ് ആൻഡ്രോയിഡ് 14 ആണ് വരുന്നത്. ഇതിൻ്റെ ബേസ് വേരിയൻ്റ് ആയ 4GB 128GB 8,999 റുപ്പീസാണ് വരുന്നത്. അതായത് ഒരു ഡീസൻറ്റ് പർച്ചേസ് ആയിരിക്കും. ഫാസ്റ്റ് ചാർജിങ് കൂടെ കൊടുത്തിട്ടുണ്ട്. ഒരു ഓവറോൾ പെർഫോമൻസും കൂടെ നല്ലതാണ്. നമ്മുടെ ലിസ്റ്റിലെ 4th സ്മാർട്ട് ഫോണാണ് വിവോ T3 Lite. ഇതൊരു 5G ഫോണാണ്. കൂടാതെ നല്ലൊരു ക്യാമറ സെറ്റപ്പ് കൂടിയാണ് കൊടുത്തിട്ടുള്ളത്. ഈ ഒരു ഫോണിൻ്റെ ബാക്കി സ്പെസിഫിക്കേഷൻസ് ഒക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ 90 ഹെർട്സിൻ്റെ 6.56 ഇഞ്ച് IPS LCD ഡിസ്പ്ലേ, MediaTek Dimensity 6300 ചിപ്സെറ്റ്, ലേറ്റസ്റ്റ് ആൻഡ്രോയിഡ് 14 ആണ് ഔട്ട് ഓഫ് ദ ബോക്സ് വരുന്നത്. 50 മെഗാ പിക്സലിൻ്റെ ഡ്യുവൽ ക്യാമറ സെറ്റപ്പ്, 8 മെഗാ പിക്സലിൻ്റെ ഒരു ഫ്രണ്ട് ക്യാമറ, 5000 mAh ഒരു ബാറ്ററിയും 15 വാട്ട്സ് ചാർജിങ് കൂടെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 5G ഫോൺ കൂടെയാണിത്. ഇതിൻ്റെ ബേസ് വേരിയൻ്റ് ആയ 4GB 128GB 10,499 റുപ്പീസാണ് വരുന്നത്. ഈ ഒരു പ്രൈസ് റേഞ്ചിൽ 5Gയും അതേപോലെ തന്നെ നല്ലൊരു ക്യാമറ സെറ്റപ്പ് കൂടെ വേണമെന്നുണ്ടെങ്കിൽ കൺസിഡർ ചെയ്യാൻ പറ്റിയൊരു ഫോണായിരിക്കും വിവോ T3 Lite എന്ന് പറയുന്നത്. നമ്മുടെ ലിസ്റ്റിലെ 3th സ്മാർട്ട് ഫോണാണ് പോക്കോ M6 5G. ഈ ഒരു ഫോണിൻ്റെ അകത്ത് 5G വരുന്നുണ്ട്. നല്ലൊരു ക്യാമറ സെറ്റപ്പും അതേപോലെ തന്നെ നല്ലൊരു പെർഫോമൻസും കൂടെ തരുന്നൊരു ഫോണായിരിക്കും. ഇതിൻ്റെ ബാക്കി സ്പെസിഫിക്കേഷൻസ് ഒക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ 90 ഹെർട്സിൻ്റെ 6.74 ഇഞ്ച് HD പ്ലസ് ഡിസ്പ്ലേ, MediaTek Dimensity 6100+ ചിപ്സെറ്റ്, 5G ആണ്. 50 മെഗാ പിക്സലിൻ്റെ ഡ്യുവൽ ക്യാമറ സെറ്റപ്പ്, 5 മെഗാ പിക്സലിൻ്റെ ഫ്രണ്ട് ക്യാമറ, ഔട്ട് ഓഫ് ദ ബോക്സ് ആൻഡ്രോയിഡ് 13 ആണ് വരുന്നത്. അതോ MIUI 14 ആണ് വരുന്നത്. 5000 mAh 18 വാട്ട്സ് സപ്പോർട്ട് ചെയ്യുന്ന ബാറ്ററിയാണ് കൊടുത്തിട്ടുള്ളത്. പക്ഷേ ബോക്സിൻ്റെ അകത്ത് 10 വാട്ട്സിൻ്റെ ചാർജറാണ് വരുന്നത്. ഈ പോക്കോ M6ൻ്റെ ബേസ് വേരിയൻ്റ് തന്നെ 2 ടൈപ്പ് വരുന്നുണ്ട്. ഒന്ന് എയർടെൽ ലോക്ക് ഉള്ളതും എയർടെൽ ലോക്ക് ഇല്ലാത്തതും. എയർടെൽ ലോക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ അകത്ത് എയർടെൽ സിം മാത്രമേ യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ എയർടെൽ ലോക്കുള്ള ഫോണിന് ഒബ്വിയസ്ലി വില കുറവാണ്. 8,249 റുപ്പീസാണ് എയർടെൽ ലോക്കുള്ളതിന് വരുന്നത്. ഇനി എയർടെൽ ലോക്ക് ഇല്ലാത്തതിന് 9,249 റുപ്പീസ്, ഒരു 1,000 റുപ്പീസിൻ്റെ ഡിഫറൻസ് വരുന്നുണ്ട്. എയർടെൽ കമ്പനിയും പോക്കോയും തമ്മിലൊരു ടൈപ്പാണിത്. ഡീസൻറ്റ് പെർഫോമൻസും ക്യാമറയും അതേപോലെ തന്നെ 5G കൂടെ വേണമെന്നുണ്ടെങ്കിൽ ഈ ഒരു പോക്കോ M6 5G കൺസിഡർ ചെയ്യാം. നമ്മുടെ ലിസ്റ്റിലെ 2th സ്മാർട്ട് ഫോണാണ് സാംസങ്ങിൻ്റെ F14 5G. പേര് പോലെ തന്നെ ഇതൊരു 5G സ്മാർട്ട് ഫോണാണ്. നല്ലൊരു ക്യാമറ സെറ്റപ്പും നല്ലൊരു പ്രോസസ്സറോടെ കൊടുത്തിട്ടുണ്ട്. പിന്നെ എടുത്തു പറയാൻ ഇതിൻ്റെ അകത്ത് 6000 mAh ഒരു ബാറ്ററിയാണ് കൊടുത്തിട്ടുള്ളത്. സോ ഒരു ബാറ്ററി സെൻട്രിക് ആയിട്ടുള്ള ഒരു ഫോണാണ് നോക്കുന്നുണ്ടെങ്കിൽ ഈ ഒരു സാംസങ്ങിൻ്റെ F14 കൺസിഡർ ചെയ്യാം. ഈ ഒരു ഫോണിൻ്റെ സ്പെസിഫിക്കേഷൻസ് ഒക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ Exynos 1330 ചിപ്സെറ്റ്, 90 ഹെർട്സിൻ്റെ 6.6 ഇഞ്ച് PLS LCD ഡിസ്പ്ലേ, 50 മെഗാ പിക്സലിൻ്റെ ഡ്യുവൽ ക്യാമറ സെറ്റപ്പ്, 13 മെഗാ പിക്സലിൻ്റെ ഫ്രണ്ട് ക്യാമറ, ഔട്ട് ഓഫ് ദ ബോക്സ് ആൻഡ്രോയിഡ് 13 ആണ് വരുന്നത്. പിന്നെ ഒരു 5G
ഫോൺ കൂടെയാണ്. ബാറ്ററിയുടെ കാര്യം നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു 6000 mAh ബാറ്ററിയും അതേപോലെ തന്നെ 25 വാട്ട്സിൻ്റെ ചാർജിങ് സപ്പോർട്ട് കൂടെ കൊടുത്തിട്ടുണ്ട്. ബേസ് വേരിയൻ്റായ 4GB 128GB 10,999 ആണ് പ്രൈസ് വരുന്നത്. ഈ ഒരു പ്രൈസ് റേഞ്ചിൽ നിങ്ങൾക്ക് 5G കണക്ടിവിറ്റി കിട്ടുന്നുണ്ട്. അതേപോലെ നല്ലൊരു ക്യാമറ സെറ്റപ്പ് കൂടിയാണ് സാംസങ് കൊടുത്തിട്ടുള്ളത്. മെയിനായിട്ട് പറയാനാണെങ്കിൽ ഒരു 6000 mAh ഒരു ബാറ്ററി സെൻട്രിക് ഫോൺ കൂടിയാണിത്. ഒരു 2 to 3 days ഈ ഒരു ഫോൺ കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്യാം. നമ്മുടെ ലിസ്റ്റിലെ ഫസ്റ്റ് ഫോൺ ഏതാണെന്ന് അറിയണ്ടേ? ദ ബെസ്റ്റ് ഫോൺ അണ്ടർ 10,000. അതാണ് റിയൽമി നാർസോ N55. നല്ല ക്യാമറ പെർഫോമൻസ്, നല്ല ഡിസ്പ്ലേ, നല്ലൊരു ചിപ്സെറ്റ്, നല്ലൊരു ബാറ്ററി ബാക്കപ്പും അതേപോലെ തന്നെ ഫാസ്റ്റ് ചാർജിങ് കൂടെ വരുന്ന ഒരു അടിപൊളി ഫോണാണ് ഈ ഒരു റിയൽമി നാർസോ N55. ഈ ഒരു ഫോണിന്റെ ബാക്കി സ്പെസിഫിക്കേഷൻസ് ഒക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ മീഡിയാടെക്കിന്റെ ഹീലിയോസ് G88 ചിപ്സെറ്റ്, 6.72 ഇഞ്ചിന്റെ ഫുൾ HD+ 90Hz സപ്പോർട്ട് ചെയ്യുന്ന IPS LCD ഡിസ്പ്ലേ, 64 MB ഡ്യുവൽ ക്യാമറ സെറ്റപ്പ്, 5000 mAh ബാറ്ററിയും 33 വാട്ടിന്റെ ചാർജിങ് കൂടെ കൊടുത്തിട്ടുണ്ട്. ബോക്സിൽ ചാർജറൊക്കെ വരും. ബേസ് വേരിയൻ്റായ 6GB 128GB 10,219 റുപ്പീസാണ് പ്രൈസ് വരുന്നത്. അതായത് ഒരു 10,000 തന്നെ പ്രൈസ്. ഒരു നെഗറ്റീവ് എന്ന് പറയാൻ 4G ഫോണാണ്, വേറെ കുഴപ്പങ്ങളോ ഒന്നുമില്ല. നല്ല ഡിസ്പ്ലേ കൊടുത്തിട്ടുണ്ട്, നല്ല ക്യാമറയും നല്ലൊരു ബാറ്ററി ബാക്കപ്പും 33 വാട്ടിൻ്റെ ചാർജിങ് കൂടെ കൊടുത്തിട്ടുണ്ട്. ഈ ഒരു ഫോണിൻ്റെ പോസിറ്റീവ്സ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ അകത്ത് ഡൈനാമിക് റാമിൻ്റെ ഫീച്ചർ കൊടുത്തിട്ടുണ്ട്. അതായത് നിങ്ങൾക്ക് 12GB വരെ ഇതിൻ്റെ റാം എക്സ്പാൻഡ് ചെയ്യാൻ പറ്റും. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഗെയിമിംഗ് പർപ്പസിനും ഈ ഒരു ഫോൺ യൂസ് ചെയ്യാം. ഇനിയും ഒരുപാട് ഫോൺസ് ഉണ്ട്, പക്ഷെ അതൊന്നും എനിക്ക് വാല്യൂ ഫോർ മണി ആയിട്ട് തോന്നിയില്ല. സോ നിങ്ങൾ 10,000 രൂപയുടെ താഴെ ഒരു ഫോൺ പർച്ചേസ് ചെയ്യാൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു 7 ഫോൺ മാത്രം കൺസിഡർ ചെയ്താൽ മതി. ദ ബെസ്റ്റ് ആൻഡ് വാല്യൂ ഫോർ മണി ആയിട്ടുള്ള സ്മാർട്ട് ഫോൺസ് ഒക്കെ ഞാൻ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ഇനി എന്തെങ്കിലും ഡൗട്ടൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ എഴുതി അറിയിക്കുക. സെയിം ഫോൺ യൂസ് ചെയ്യുന്ന ആൾക്കാർ റിപ്ലൈ തന്നോളൂ. ദിസ് ഈസ് യുവർ ഫ്രണ്ട് ദ ഡിവൈൻ കാസ്റ്റർ സൈനിങ് ഓഫ്. ഗുഡ് ബൈ.